വർഷം 1741. ക്യാപ്റ്റൻ ഡിലനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് സൈന്യം കേരളത്തിലെ ഇത്തിരി പോന്നൊരു നാട്ടുരാജ്യത്തിന്റെ മുന്നിൽ തോറ്റോടിയ ഒരു കഥയുണ്ട്. ചരിത്ര പ്രസിദ്ധമായ കുളച്ചിൽ യുദ്ധത്തിന് തുടക്കമാവുകയാണ്. ചെറിയൊരു നാട്ടുരാജ്യമായിരുന്ന വേനാടിനെ അതിശക്തമായ ഒരു സാമ്രാജ്യമാക്കാനായി മാർത്താണ്ഡവർമ്മ തന്റെ സമീപത്തുള്ള ചെറുദേശങ്ങളെ ഒന്നൊന്നായി കീഴടക്കാൻ തുടങ്ങി. കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കേരളത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചിരുന്ന ഡച്ചുകാർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഈ പിടിച്ചടക്കിയ ദേശങ്ങളിലെ ഡച്ച് വ്യാപാര കുത്തക മാർത്താണ്ഡവർമ്മ റദ്ദാക്കി. ഈ കാരണത്താൽ തിരുവിതാംകൂറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഡച്ച് സൈന്യത്തിന് തിരുവിതാംകൂറിന്റെ തിരിച്ചടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ശ്രീലങ്കയിൽ നിന്നും 2 കപ്പലുകളിലായി അവർ ലക്ഷ്യമാക്കി ഇറങ്ങി. ഇതറിഞ്ഞ മാർത്താണ്ഡവർമ്മ സമ്പൂർണ്ണ സൈന്യവുമായി കുളച്ചിൽ തീരത്തേക്ക് നീങ്ങി. തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ തിരുവിതാംകൂർ സൈന്യം വീരോചിതമായി പോരാടി. വ്യക്തമായ യുദ്ധതന്ത്രങ്ങളുടെയും കൈക്കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പരാജയം രുചിച്ച ഡച്ചുകാർക്ക് അവസാനം കീഴടങ്ങേണ്ടി വന്നു. ഡച്ച് സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്ന ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ ആ കാലത്തെ ഏറ്റവും വലിയ ശക്തനാക്കി മാറ്റിയെന്നത് മറ്റൊരു ചരിത്രം. വെടിമരുന്നുകളും തോക്കും പടക്കപ്പലുകളും ഉൾപ്പെടെ സർവ്വസന്നാഹങ്ങളും ഉണ്ടായിരുന്ന വൈദേശിക ശക്തികളായ ഡച്ചുകാരെ പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ട് വേനാട്ടുകാർ കീഴ്പ്പെടുത്തി വീരചരിതമെഴുതിയ കുളച്ചിൽ യുദ്ധത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.